റിപ്പോർട്ടുകളിലേക്ക്. മഹാശിവരാത്രിയോടനുബന്ധിച്ച് ആലുവ മണപ്പുറത്ത് ബലിതർപ്പണത്തിനെത്തുന്നവർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യമൊരുക്കുവാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ വിളിച്ചു ചേർത്ത വിവിധ വകുപ്പ് മേധാവികളുടെ യോഗം തീരുമാനിച്ചു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് MP ഗോവിന്ദൻ നായരുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. 200 ബലിത്തറകളിലായി ഒരേ സമയം 1200 പേർക്ക് തർപ്പണം നടത്തുന്നതിനുള്ള സൗകര്യമൊരുക്കും. 10 ലക്ഷത്തോളം ഭക്തർ മണപ്പുറത്ത് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഭക്തർക്ക് സുരക്ഷയൊരുക്കുന്നതിന് കൂടുതൽ പോലീസിനെ നിയോഗിക്കും. മണപ്പുറത്തും നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും CCTV ക്യാമറകൾ സ്ഥാപിക്കും. മഫ്റ്റിയിൽ വനിതാ പോലീസിനെയും നിയോഗിക്കും. നേവിയുടെ ലൈഫ് ഗാർഡിന്റെ സേവനം ഉറപ്പാക്കുവാൻ ജില്ലാ കളക്ടറോട് ആവശ്യപ്പെടും. 16, 17 തീയതികളിലും സ്കൂബ ടീം ഉൾപ്പെടെ ഫയർഫോഴ്സിന്റെ സേവനമുണ്ടാകും. 17 ഉച്ചയ്ക്ക് 2 മുതൽ 18 ഉച്ചയ്ക്ക് 2 വരെ നഗരത്തിലെയും പരിസരത്തെയും മദ്യഷാപ്പുകൾ അടച്ചിടുന്നതിന് നടപടി സ്വീകരിച്ചതായി എക്സൈസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. KSRTCയിൽ കൂടുതൽ ജീവനക്കാരെ നിയോഗിച്ച് സ്പെഷ്യൽ സർവീസുകൾ നടത്തും. മണപ്പുറം സ്റ്റാൻഡിന് സമീപം വൺ വേ സമ്പ്രദായം ഏർപ്പെടുത്തും. മണപ്പുറം വൈദ്യുതീകരണത്തിന്റെ 70% ജോലികളും പൂർത്തിയായതായി KSEB അധികാരികൾ പറഞ്ഞു. ഭക്തർക്ക് കുടിവെള്ളം ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചതായി വാട്ടർ അതോറിറ്റിയും വ്യക്തമാക്കി. ക്ഷേത്രത്തിന് പുറത്തേക്ക് ഭക്തജന ക്യൂ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ നടപ്പന്തൽ നിർമ്മിക്കണമെന്ന് മണപ്പുറം ക്ഷേത്രം ഉപദേശക സമിതി ആവശ്യപ്പെട്ടു. ദേവസ്വം കമ്മീഷണർ P. വേണുഗോപാൽ, സെക്രട്ടറി PR ബാലചന്ദ്രൻ നായർ, ചീഫ് എഞ്ചിനീയർ PC ജോളി ഉല്ലാസ്, വിവിധ വകുപ്പ് മേധാവികളായ സിദ്ധകുമാർ, സജിത് കുമാർ, PI ഫൈസൽ, P. ശശിധരൻ, P. മുരളീധരൻ, ലിനി ഫ്രാൻസിസ്, CP കൃഷ്ണൻ, PR രവീന്ദ്രൻ നാഥൻ നായർ, KP മധുസൂദനൻ, KP അരവിന്ദാക്ഷൻ, N. അനിൽകുമാർ, KV സരള എന്നിവർ പങ്കെടുത്തു. ശിവരാത്രിക്ക് മാത്രമല്ലാതെ 365 ദിവസവും ബലിതർപ്പണം നടക്കുന്ന ഇടമായതിനാൽ മണപ്പുറത്തിന്റെ വികസനത്തിനായി ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. 1 മാസത്തിനകം മണപ്പുറത്തെത്തുന്ന ഭക്തർക്ക് എല്ലാ ദിവസവും അന്നദാനം ഒരുക്കുമെന്നും ദേവസ്വം കമ്മീഷണർ പറഞ്ഞു. ശിവരാത്രി അവലോകന യോഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. സമഗ്ര വികസനം സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിക്കുവാൻ പ്രസിഡന്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മണപ്പുറത്തിന്റെ സമഗ്രമായ വികസനമാണ് ലക്ഷ്യമിടുന്നത്. ശൗചാലയവും വസ്ത്രം മാറുവാനുള്ള മറപ്പുരയും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കും. ഈ ശിവരാത്രി കാലത്ത് മണപ്പുറത്തെ വൈദ്യുതിവൽക്കരണം ഏരിയൽ ബെഞ്ചിങ് കേബിൾ ഉപയോഗിച്ചായിരിക്കും നടത്തുക. വൈദ്യുതി കമ്പികൾക്ക് പ്ലാസ്റ്റിക് കവചമുള്ളതിനാൽ അപകടങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഏരിയൽ ബെഞ്ച് കേബിൾ ഉപയോഗിച്ചുള്ള ഇലക്ട്രിക്കൽ സംവിധാനം ദേവസ്വം ബോർഡ് മണപ്പുറത്ത്. ഏരിയൽ ബെഞ്ച് കേബിൾ എന്ന് പറയുമ്പോൾ ABC എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അതായത് ഏരിയൽ ബെഞ്ച് കേബിൾ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ സേഫ് ആണ്. വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ആ സംവിധാനങ്ങളുള്ളൂ. ശബരിമലയിൽ ഞങ്ങളത് ചെയ്തു. സമീപ റോഡില് ചെട്ടികുളങ്ങര ടെമ്പിളിൽ അത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഇതിലോടുകൂടി ചെയ്തു. ആലുവയിലും അത് ചെയ്തു. 10 ലക്ഷം രൂപയാണ് ഇതിന് ചെലവ് പ്രതീക്ഷിക്കുന്നത്. ദേവസ്വം ബോർഡ് ശബരിമലയിലും ചെട്ടിക്കുളങ്ങര ക്ഷേത്രത്തിലും ഈ ABC സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ശിവരാത്രിയോടനുബന്ധിച്ച് ബലിത്തറകൾ വീതം വെച്ച് നൽകുന്നതിനെ പറ്റി ആരോപണങ്ങൾ ഉയർന്നതിനെ തുടർന്നാണ് ഇത്തവണ ലേലം ചെയ്തു നൽകുവാനായി തീരുമാനിച്ചത്. ശിവരാത്രിയോടനുബന്ധിച്ച് ബലിത്തറകൾ വീതം വെച്ച് നൽകുന്നതിനെ പറ്റി ആരോപണങ്ങൾ ഉയർന്നതിനെ തുടർന്നാണ് ഇത്തവണ ലേലം ചെയ്തു നൽകാനായി തീരുമാനിച്ചത്. ബലിതർപ്പണത്തിന്റെ ഭക്തരിൽ നിന്ന് 30 രൂപ വീതം ഈടാക്കണമെന്ന് നിർദ്ദേശം നൽകും. ഈ തുക മണപ്പുറത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ പ്രദർശിപ്പിക്കുകയും മൈക്ക് അനൗൺസ്മെന്റ് നടത്തുകയും ചെയ്യും. ദേവസ്വം ബോർഡ് വിജിലൻസ് SP-യുടെ നേതൃത്വത്തിൽ ശിവരാത്രി മോണിറ്റർ ചെയ്യുവാനുള്ള സംവിധാനവും ഏർപ്പെടുത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. ആലുവ എടയപ്പുറം കോട്ടേക്കാട് വലിയകോൾ പാടശേഖരത്തിലെ വില്ല നിർമ്മാണം തണ്ണീർത്തട സംരക്ഷണ നിയമം ലംഘിച്ചാണോ എന്ന് പരിശോധിച്ച് നടപടിയെടുക്കുവാൻ ജില്ലാ കളക്ടർക്ക് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകി. 4 മാസത്തിനകം നടപടിയെടുക്കുവാനാണ് നിർദ്ദേശം. സമീപവാസിയും കോൺഗ്രസ് കീഴ്മാട് മണ്ഡലം പ്രസിഡന്റുമായ PJ സുനിൽകുമാറാണ് ഹർജി നൽകിയത്. ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് അശോക് ഭൂഷൺ, ജസ്റ്റിസ് AM ഷഫീഖ് എന്നിവരാണ് ഈ നിർദ്ദേശം നൽകിയത്. നെൽവയൽ സംരക്ഷണ നിയമം പ്രാബല്യത്തിൽ വന്ന ശേഷമാണ് വില്ല നിർമ്മാണം നടന്നതെന്ന് പരിശോധനയിൽ വ്യക്തമായാൽ ബിൽഡിംഗ് പെർമിറ്റുകൾ പഞ്ചായത്തിന് റദ്ദാക്കാമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. ഗുണ്ടകളുടെ സംരക്ഷണത്തോടെയാണ് പാടശേഖരം നികത്തി വില്ല നിർമ്മാണം ആരംഭിച്ചതെന്നും പഞ്ചായത്തിന്റെ പ്രധാന കുടിവെള്ള സ്രോതസ്സായ വലിയകോൾ പാടശേഖരം നികത്തുന്നത് കുടിവെള്ള ലഭ്യതയെ ബാധിക്കുമെന്നും ആരോപിച്ചാണ് സുനിൽകുമാർ ഹർജി നൽകിയത്. തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം നികത്തപ്പെട്ട ഭൂമി ഡാറ്റാ ബാങ്കിൽ പാടം എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളതെന്ന് ഹർജിക്കാരൻ കോടതിയെ അറിയിച്ചു. അനധികൃത നിർമ്മാണം തടയുവാൻ ശ്രമിച്ചതിനാണ് സുനിൽകുമാർ ഉൾപ്പെടെയുള്ളവരെ 2014 ഏപ്രിൽ 18 എടയപ്പുറം SNDP ഗ്രന്ഥശാലയിൽ കയറി വില്ല നിർമ്മാണ കമ്പനിയുടെ ഗുണ്ടകൾ വധിക്കുവാൻ ശ്രമിച്ചത്.
മെട്രോ റെയിലിന്റെ പൈലിങ്ങിനെ തുടർന്ന് ആലുവ മുട്ടത്ത് ഒരു വീടിന് കനത്ത വിള്ളൽ. വീട്ടുകാരെ ഇവിടെ നിന്ന് മാറ്റാൻ ശ്രമിച്ചതിനെ തുടർന്ന് ചൂർണിക്കര പഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ പൈലിംഗ് ജോലികൾ തടഞ്ഞു. മുട്ടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന കൊട്ടാരപ്പറമ്പിൽ രാമചന്ദ്രന്റെ വീടാണ് പൈലിങ്ങിനെ തുടർന്ന് തകർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി വീടിന്റെ നേരെ ഒരു ഫയലിംഗ് വന്നു കഴിഞ്ഞാൽ ഇതാകെ ഇഞ്ഞ് വീഴും. ഇപ്പൊ തന്നെ വീണുകൊണ്ടിരിക്കുകയാണ് ഓരോ ഫയലിങ്ങിനും. അപ്പൊ അതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അവര് വളരെ നല്ല രീതിയിൽ പോകുന്നത് കൊണ്ടല്ല അവർ സംസാരിക്കുന്നത്. ആദ്യം ഒരുവിധം നല്ല രീതിയിൽ സംസാരിച്ചു വന്നെങ്കിലും ഇപ്പൊ ഒരു തരം ഭീഷണിയുടെ രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. രാമചന്ദ്രനും ഭാര്യയും രോഗികളായ 2 മക്കളുമാണ് 2 സെന്റിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീട്ടിൽ താമസിക്കുന്നത്. വീട്ടിൽ നിന്ന് 15 മീറ്റർ മാറിയാണ് പൈലിംഗ് നടക്കുന്നത്. 2 മാസം മുമ്പ് പൈലിംഗ് ആരംഭിച്ചപ്പോൾ തന്നെ വീടിന്റെ മേൽത്തട്ടിലെ കോൺക്രീറ്റ് പാളികൾ അടർന്ന് താഴേക്ക് പോയിരുന്നു. ഇപ്പോൾ കമ്പികൾ പുറത്തു തള്ളി നിൽക്കുന്ന അവസ്ഥയിലാണ്. കഴിഞ്ഞ ദിവസം അതിശക്തമായ രീതിയിൽ പൈലിംഗ് നടന്നപ്പോൾ വീടിന്റെ പുറത്തെ ഭിത്തിയിൽ വലിയ വിള്ളൽ രൂപപ്പെട്ടു കഴിഞ്ഞു. ഇതിനിടെ മെട്രോ റെയിൽ നിർമ്മാണ കരാറുകാർ രാമചന്ദ്രനോട് വീട് ഒഴിയാൻ ആവശ്യപ്പെട്ടതോടെയാണ് നാട്ടുകാർ പ്രശ്നം ഏറ്റെടുക്കുന്നത്. യാതൊരു നഷ്ടപരിഹാരവും നൽകാതെ വീട് ഉടൻ ഒഴിയണമെന്നും തൽക്കാലം 1 മാസത്തെ വാടക നൽകാമെന്നും പറഞ്ഞ് ഇവർ നിരന്തരമായി ഭീഷണിപ്പെടുത്തുകയാണെന്ന് പഞ്ചായത്ത് അംഗം നജ്മ മജീദ് പറഞ്ഞു. പല പ്രാവശ്യം ഇവരോട് കംപ്ലൈന്റ് ചെയ്തതാണ്. ഇവരുടെ വീട് ഫയലിംഗ് തുടങ്ങി വീട് പിന്നിപ്പൊളിഞ്ഞ് കുറെ ഭാഗം അടർന്ന് വീണ് തുടങ്ങി ചില സ്ഥലത്ത്. എന്നിട്ട് 2-3 പേര് വന്ന് നോക്കി. ആദ്യം അവർ നല്ല രീതിയിലൊക്കെ പറഞ്ഞ് പിന്നെ അവർ ഭീഷണിയുടെ സ്വരായി. നിങ്ങൾ മാറിക്കോളും, നിങ്ങൾക്ക് എന്താ വാടക 1 മാസം വാടക തരാം, വേഗം പെട്ടെന്ന് മാറിക്കോ ഇവിടുന്ന്. അങ്ങനെ ഇന്ന് രാവിലെ ഒന്ന് ഭീഷണിപ്പെടുത്തി. പിന്നെ ഇവരാണെങ്കിൽ 3 പേരും രോഗികളാണ്. ഒട്ടും ഒരു വരുമാന മാർഗവും ഇല്ല. അത്ര പാവപ്പെട്ട അവസ്ഥയിലാണ് അവരുടെ ജീവിത രീതി. അവരോട് ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയ എന്താ അവരുടെ സ്ഥിതി എന്താവും? അതേപോലെ എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാനായിട്ട് അവരോട് പറഞ്ഞിട്ട് അവർക്ക് യാതൊരുവിധ ചൂടുമില്ല. വേറെ ഒരു പെട്ടെന്ന് നടപടി അവർ സ്വീകരിക്കാൻ തയ്യാറല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ. മെട്രോയുടെ അടുത്ത തൂൺ വീടിനോട് 2 മീറ്റർ അകലത്തിലൂടെയാണ് പോകുന്നത്. ഈ പൈലിംഗ് നടക്കുമ്പോൾ വീട് തകരുവാൻ സാധ്യതയുണ്ടെന്ന് CPM ലോക്കൽ കമ്മിറ്റി അംഗം PA നാസർ പറഞ്ഞു. നിയമപരമായ നഷ്ടപരിഹാരം കിട്ടാതെ പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഈ കുടുംബം. സെക്യൂരിറ്റി ജീവനക്കാരനായ രാമചന്ദ്രന്റെ ചെറിയ വരുമാനത്തിലാണ് കുടുംബം കഴിയുന്നത്. പുറമ്പോക്കിൽ അനധികൃത നിർമ്മാണം നടത്തിയവരുടെ കെട്ടിടം വരെ സ്ഥലങ്ങൾ ലക്ഷങ്ങൾ നൽകി ഏറ്റെടുത്തപ്പോൾ രാമചന്ദ്രന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകാതെ സ്ഥലം ഏറ്റെടുക്കുവാനാണ് മെട്രോ റെയിൽ അധികൃതരുടെ ശ്രമമെന്ന് CPM ആരോപിച്ചു. ദേശീയപാത 17 വരാപ്പുഴ പാലത്തിന് ഇരുവശവും അപ്രോച്ച് റോഡിൽ അപകടങ്ങൾക്ക് തടയിടുവാൻ സംരക്ഷണ ഭിത്തികൾ നിർമ്മിച്ചു. കട്ടികൂടിയ അലുമിനിയം പ്ലേറ്റുകൾ ഉപയോഗിച്ചാണ് ഭിത്തികൾ നിർമ്മിച്ചിരിക്കുന്നത്. എത്ര വലിയ ആഘാതം താങ്ങാനുമുള്ള കരുത്ത് സംരക്ഷണ ഭിത്തിക്കുണ്ട്. എന്നാൽ ചിലയിടങ്ങളിൽ അനധികൃതമായി വഴി ഒഴിച്ചിട്ടാണ് ഭിത്തിയുടെ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നതെന്നാണ് ആക്ഷേപം. 20 അടിയിൽ ഏറെ താഴ്ചയുള്ള ഭാഗത്താണ് വഴി തുറന്നുകൊടുത്തിട്ടുള്ളത്. ഇത് നഗ്നമായ നിയമലംഘനമാണെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഇതിൽ വരാപ്പുഴ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ അരങ്ങേറുകയും നിരവധി ജീവനുകൾ പൊലിയുകയും ചെയ്തിട്ടുള്ളത്. സംരക്ഷണ ഭിത്തികൾ നിർമ്മിച്ചതോടെ അപകടങ്ങൾക്ക് കുറവ് വരുമെന്ന് കരുതുന്നുണ്ടെങ്കിലും വാഹനങ്ങളുടെ അമിത വേഗതയും അശ്രദ്ധയും അപകടങ്ങൾക്ക് അറുതി വരുത്തുമോ എന്ന ആശങ്കയിലാണ് അധികൃതർ. കേരളത്തിൽ കേബിൾ TV വ്യവസായത്തെ തകർക്കുവാൻ റിലയൻസ് പോലെയുള്ള കുത്തക കമ്പനിക്ക് KSEBയുടെ ഇലക്ട്രിക് പോസ്റ്റുകളിൽ കേബിൾ ലൈൻ വലിക്കുവാനുള്ള അനുമതി നൽകിയ KSEBയുടെ നടപടി പുനഃപരിശോധിക്കണമെന്ന് മീഡിയ ആൻഡ് കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 3ാം സംസ്ഥാന പ്രതിനിധി സമ്മേളനം ആവശ്യപ്പെട്ടു. ഒരു ഇലക്ട്രിക് പോസ്റ്റിൽ ഒരു കേബിൾ ലൈൻ വലിക്കുവാൻ മാത്രമേ KSEB അനുവദിച്ചിരുന്നുള്ളൂ. ഇത് ഭേദഗതി ചെയ്തുകൊണ്ടാണ് 1-ൽ കൂടുതൽ കേബിൾ ലൈൻ വലിക്കുവാനുള്ള നിയമം കൊണ്ടുവന്നത്. ഇതിനായി KSEB ഇറക്കിയ ഉത്തരവ് യഥാർത്ഥത്തിൽ റിലയൻസിനെ സഹായിക്കുവാൻ വേണ്ടി മാത്രമായിരുന്നു. വയനാട് കൊളകപ്പാറ ഹിൽ ഡിസ്ട്രിക്ട് ക്ലബിൽ നടന്ന സംസ്ഥാന സമ്മേളനം IC ബാലകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. MCOA സംസ്ഥാന പ്രസിഡന്റ് M സമദ് അധ്യക്ഷത വഹിച്ചു. അമ്പലവേൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MU ജോർജ്, BJP സുൽത്താൻ ബത്തേരി നിയോജകമണ്ഡലം പ്രസിഡന്റ് KP മധു, വയനാട് പ്രസ് ക്ലബ് പ്രസിഡന്റ് അബ്ദുൽ അസീസ്, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വയനാട് ജില്ലാ പ്രസിഡന്റ് KK വാസുദേവൻ എന്നിവർ പങ്കെടുത്തു. പ്രതിനിധി സമ്മേളനം MV ശ്രേയസ് കുമാർ MLA ഉദ്ഘാടനം ചെയ്തു. MCOA പ്രസിഡന്റ് M സമദ് അധ്യക്ഷത വഹിച്ചു. MCOA ജനറൽ സെക്രട്ടറി RB അനിൽകുമാർ സംഘടനാ റിപ്പോർട്ടും ട്രഷറർ AP ശ്രീജിത്ത് വരവ് ചില കണക്കുകളും അവതരിപ്പിച്ചു. MCOA വൈസ് പ്രസിഡന്റ് ബിനു തോമസ് സ്വാഗതം പറഞ്ഞു. പുതിയ ഭാരവാഹികളായി ബിനു തോമസ് വർക്കിംഗ് പ്രസിഡന്റ്, RB അനിൽകുമാർ പ്രസിഡന്റ്,
ഷാജൻ മലയിൽ വൈസ് പ്രസിഡന്റ്, എം സമദ് ജനറൽ സെക്രട്ടറി, AP ശ്രീജിത്ത് ട്രഷറർ, MS ഓമനക്കുട്ടൻ സെക്രട്ടറി, അനിൽകുമാർ GK സെക്രട്ടറി എന്നിവരെ സമ്മേളനം തെരഞ്ഞെടുത്തു. കലാസന്ധ്യയോടെ സമ്മേളനം സമാപിച്ചു. പലിശപ്പണം മുടങ്ങിയതിനെ തുടർന്ന് കണ്ണൂർ സ്വദേശി ആലക്കോട് ചിച്ചടി തിമിരിയിൽ കനിയിൽ വയക്കര വീട്ടിൽ പ്രജോഷിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ആലുവ തായിക്കാട്ടുകര കരിപ്പായി വീട്ടിൽ അജാസ് പ്രമുഖ സിനിമാ നടന്റെ ഡ്രൈവറാണെന്ന പോലീസ്. ഈ സിനിമാ ബന്ധം മുതലെടുത്ത് ചില സിനിമകളിലും ഇയാൾ മുഖം കാണിച്ചിട്ടുണ്ട്. സമീപകാലം വരെ വില്ലൻ വേഷം ചെയ്യുകയും ഇപ്പോൾ ഹാസ്യ നടനായും തിളങ്ങുന്ന ആലുവ സ്വദേശിയായ ഒരു നടന്റെ ഡ്രൈവറാണ്. പ്രതിയുടെ മാതൃ സഹോദരനുമായി നടനുള്ള അടുപ്പമാണ് ഡ്രൈവറായി നിയോഗിക്കുവാൻ കാരണം. ഒരു പ്രമുഖ സംവിധായകന്റെ ചിത്രീകരണം കഴിഞ്ഞ ഒരു ചിത്രത്തിൽ ഗുണ്ടാവേഷം ചെയ്തിട്ടുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ഈ ചിത്രം പുറത്തിറങ്ങിയിട്ടില്ല. സിനിമയിൽ പ്രൊഡക്ഷൻ കൺട്രോളറായി ജോലി ചെയ്യുന്ന പറവൂർ സ്വദേശി മുഖേന സിനിമയിലെ സാങ്കേതിക വിദഗ്ധരുടെ സംഘടനയായ ഫെഫ്കയിൽ അംഗത്വത്തിനും അജാസ് ശ്രമിച്ചിരുന്നു. 1 ലക്ഷം രൂപ അംഗത്വ ഫീസ് നൽകാതെയുള്ള ശ്രമവും വിജയിച്ചില്ല. സിനിമയിൽ മുഖം കാണിക്കുക എന്നത് ഒരു ഭ്രമമായി നടക്കുന്നയാളാണ് അജാസ്. പ്രജോഷിനെ ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച ശേഷം മുങ്ങിയ അജാസിന് തിരുവനന്തപുരത്ത് നിന്ന് വ്യാഴാഴ്ച ഉച്ചയോടെ ഷാഡോ പോലീസാണ് അറസ്റ്റ് ചെയ്തത്. സിനിമ സഹായി വാടകയ്ക്ക് താമസിക്കുന്ന ഫ്ളാറ്റിലേക്കാണ് പ്രതി എത്തിയത്. എന്നാൽ സംഭവം അറിഞ്ഞ ഫ്ളാറ്റ് ഉടമ പോലീസിൽ വിവരമറിയിച്ചതിനെ തുടർന്നാണ് മണിക്കൂറുകൾക്കകം പ്രതി പിടിയിലായത്. കെട്ടിടങ്ങളെ റൂഫ് നിർമ്മാണ കരാറുകാരനായ കൊല്ലപ്പെട്ട പ്രജോഷ് അജാസിൽ നിന്നും ജോലി സംബന്ധമായ ആവശ്യത്തിന് 1 ലക്ഷം രൂപ പലിശയ്ക്ക് വാങ്ങിയിരുന്നു. ഇതിൽ ബാക്കി നൽകുവാനുള്ള 30,000 രൂപ നൽകുന്നത് സംബന്ധിച്ചായിരുന്നു തർക്കം. അജാസിന്റെ മകൻ പനിയെ തുടർന്ന് ആലുവ നജാത്ത് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഡിസ്ചാർജ് ചെയ്യുന്നതിന് പണം ആവശ്യമായതിനെ തുടർന്നാണ് പ്രജോഷിനെ കമ്പനിപ്പടിയിലേക്ക് വരുത്തിയത്. തർക്കത്തിനിടെ പ്രജോഷ് തന്റെ 2 സുഹൃത്തുക്കളെ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തിയെങ്കിലും ഇവർ തർക്കത്തിൽ ഇടപെട്ടില്ല. കത്തിക്കുത്ത് ഉണ്ടായുടൻ ഇവർ സ്ഥലം വിട്ടു. അജാസ് തന്നെയാണ് ആശുപത്രിയിൽ എത്തിച്ചത്. പ്രതിയെ ഉച്ചതിരിഞ്ഞ് കമ്പനിപ്പടിയിൽ തെളിവെടുപ്പ് നടത്തിയ ശേഷം ആലുവ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഡിവൈഎസ്പി P ഷംസ്, CI TB വിജയൻ, SI PF ഫൈസൽ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ്. സംസ്ഥാനത്തെ പല മോഷ്ടാക്കളുടെയും ആശാനായ സ്പൈഡർ സാബുവിന് മേസ്തിരി എന്ന വിളിപ്പേര് കൂടിയുണ്ട്. ചെറുകിട മോഷണം നടത്തിയ ശേഷം ജയിലിൽ ആകുന്നവരുമായി സൗഹൃദം സ്ഥാപിക്കുന്ന സ്പൈഡർ സാബു പുറത്തിറങ്ങിയ ശേഷം ഇവർക്ക് മോഷണത്തിന്റെ പാഠങ്ങൾ പഠിപ്പിച്ചു നൽകും. എത്ര ഉയരമുള്ള കെട്ടിടത്തിലും കയറുവാൻ വിദഗ്ധനായതോടെയാണ് സ്പൈഡർ സാബു എന്ന പേര് കൂടി ഇയാൾക്ക് വീണത്. ഇടുക്കി കമ്പംമേടിനടുത്ത് 16 സെന്റ് സ്ഥലം വാങ്ങിയ സ്പൈഡർ സാബു 2000 ചതുരശ്ര വിസ്തീർണമുള്ള 2 നില ആഡംബര വീടിന്റെ നിർമ്മാണം നടത്തി വരികയാണ്. മോഷ്ടിച്ച സ്വർണത്തിന് പകുതി പണമാണ് ജ്വല്ലറി ഉടമ നൽകിയിരുന്നത്. വീട് നിർമ്മാണം നടക്കുന്നതിനാൽ കൂടുതൽ പണം വേണമെന്ന വാശിയിലായിരുന്നു സാബു. കമ്പംമേടിനടുത്ത് വാടക വീടെടുത്താണ് ഇയാൾ വീട് നിർമ്മാണം നടത്തി വന്നിരുന്നത്. വീട്ടിലെ ദാരിദ്ര്യം മൂലം വയനാട്ടിൽ നിന്നും ഇടുക്കി മറയൂരിലെ ഓർഫനേജിൽ നിന്നാണ് പ്രതി സ്കൂൾ പഠനം പൂർത്തിയാക്കിയത്. ലോ ഫ്ലോർ യാത്രക്കാരനെ KSRTC ജീവനക്കാർ മർദ്ദിച്ചതായി പരാതി. ആലുവ KSRTC ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് കിഴക്കേദേശം സ്വദേശി വിനോദിന് മർദ്ദനമേറ്റത്. ചൊവ്വാഴ്ച രാത്രി 9:30യോടെയായിരുന്നു സംഭവം. പരിക്കേറ്റ വിനോദിനെ ആലുവ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വാഴക്കുളത്ത് നിന്ന് ആലുവയിലേക്കുള്ള യാത്രയിൽ ലോ ഫ്ലോർ ബസിന്റെ വാതിലിൽ വിനോദിന്റെ കൈ കുടുങ്ങിയിരുന്നു. വിനോദ് ബസ്സിൽ കയറുന്നതിന് മുമ്പായി ഡോർ അടഞ്ഞതാണ് കൈ കുടുങ്ങുവാൻ കാരണം. ബസ് മുന്നോട്ട് പോയപ്പോൾ അതിനോടൊപ്പം ഓടിയതിനാൽ വിനോദ് റോഡിൽ വീണില്ല. മറ്റേ കൈകൊണ്ട് ഡോറിൽ ഒച്ച വെച്ച് അടിച്ചാണ് വാഹനം നിർത്തിച്ചത്. വാഹനത്തിൽ കയറിയ വിനോദ് ഡ്രൈവറോട് ഇതേപ്പറ്റി ചോദിക്കുകയും ചെയ്തിരുന്നു. സ്റ്റാൻഡിലെത്തിയ ഉടനെ ഡ്രൈവറും കണ്ടക്ടറും ചേർന്ന് വിനോദിനെ തള്ളിയിറക്കി മർദ്ദിക്കുകയായിരുന്നെന്നാണ് പരാതിയിൽ പറയുന്നത്. ഡ്യൂട്ടി കഴിഞ്ഞ സ്റ്റാൻഡിൽ ഉണ്ടായിരുന്ന മറ്റ് ഡ്രൈവർമാരും കണ്ടക്ടർമാരും വിനോദിനെ മർദ്ദിക്കുന്നതിൽ ഒപ്പം ചേർന്നെന്ന് പരാതിയിൽ പറയുന്നു. റോഡിലൂടെ വലിച്ചിഴിച്ച ശേഷം അവശനിലയിലായ വിനോദിനെ പിന്നീട് അവിടെ ഉപേക്ഷിച്ചു. പോലീസ് എത്തിയാണ് വിനോദിനെ ആശുപത്രിയിലാക്കിയത്. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവയുടെ പ്രഥമ ശ്ലൈഹിക സന്ദർശനം വടക്കൻ പറവൂർ സെന്റ് തോമസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ ഫെബ്രുവരി 11 രാവിലെ 10 മണിക്ക് നടക്കുമെന്ന് പള്ളി വികാരി ഫാദർ തോമസ് എം പോൾ മൂലക്കാട്ട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നാളെ കഴിഞ്ഞ അതായത് ബുധനാഴ്ച പാത്രിയാർക്കീസ് ബാവ 10:00ക്കും 11:00 ഇടയ്ക്ക് എത്തിച്ചേർന്ന് ഇവിടെ 334 വർഷം മുമ്പ് ഈ പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന അബ്ദുൽ ജലീൽ എന്ന ഗ്രിഗോറിയസ് ബാവ അദ്ദേഹമാണ് ഇവിടെ ആദ്യമായി കബറടങ്ങിയിരിക്കുന്നത്. പള്ളിയിൽ കബറടക്കിയിരിക്കുന്ന പരിശുദ്ധ പിതാവായ അബ്ദുൽ ജലീൽ മോർ ഗ്രിഗോറിയോസ് ബാവയുടെ കബറിങ്കൽ ധൂപാർപ്പണം നടത്തുകയും ഭദ്രാസന മെത്രോപോലിത്തായും ശ്രേഷ്ഠ കാത്തോലിക്കയുമായ ആബുൻ മോർ ഡോക്ടർ ബസോലിയോസ് തോമസ് പ്രഥമൻ ബാവയുടെയും പരിശുദ്ധ സഭയിലെ മറ്റ് അഭിവന്യ മെത്രോപോലിത്തമാരുടെയും സാന്നിധ്യത്തിൽ
ശ്ലൈഹിക വാഴ്വുകൾ നൽകുകയും ചെയ്യും. സഹവികാരിമാരായ ഫാദർ ബെന്നി മാത്യു മനേക്കുടി, ഫാദർ ജോർജ് പി വയലിപ്പറമ്പിൽ, പള്ളി സെക്രട്ടറി രഞ്ജൻ എബ്രാഹാം തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പാചകവാതകത്തിന് സബ്സിഡി ലഭിക്കുന്നതിന് ആധാർ ബന്ധിത ബാങ്ക് അക്കൗണ്ടുകൾ നൽകേണ്ട സമയം ഫെബ്രുവരി 15-ന് അവസാനിക്കുമെന്ന് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ബി രാമചന്ദ്രൻ അറിയിച്ചു. ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത LPG ഉപഭോക്താക്കൾക്ക് അക്കൗണ്ട് തുടങ്ങുന്നതിനും ആധാർ കാർഡുമായി ലിങ്ക് ചെയ്യുന്നതിനുമാണ് സമയം അനുവദിച്ചിരിക്കുന്നത്. ആധാർ ബന്ധിത ബാങ്ക് അക്കൗണ്ടുകൾ സംബന്ധിച്ച് നിർദ്ദേശം ലഭിച്ച് 2.5 മാസം കഴിഞ്ഞിട്ടും 75% ഉപഭോക്താക്കൾ മാത്രമാണ് ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിട്ടുള്ളത്. നിർദ്ദേശം പാലിക്കാത്തവർക്ക് സബ്സിഡി തുക നഷ്ടമാകും. സബ്സിഡി ആവശ്യമില്ലാത്ത ഉപഭോക്താക്കൾ ഫോറം 5 പൂരിപ്പിച്ച് ഗ്യാസ് ഏജൻസിയിൽ ഏൽപ്പിക്കണം. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് ഗ്യാസ് ഏജൻസിയുമായി ബന്ധപ്പെടണമെന്ന് ADM അറിയിച്ചു.